ഈ കാണുന്ന പ്രോപ്പർട്ടി 19 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിലൊരു വീട് വയ്ക്കാൻ പറ്റുന്ന ഏരിയ, നല്ല വീട് വെച്ചതിന് ശേഷം ഇഷ്ടംപോലെ ഫ്രണ്ടേജ് കാര്യങ്ങൾ കിട്ടുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ ഒന്നാണ്. 19 സെൻറ്റ് സ്ഥലം ഈ കാണുന്ന ഇവിടെ നിന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ടേജ് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി അതല്ല, നമുക്ക് വേണ്ടി നല്ല രീതിയിലൊരു അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റുകളോ ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ ഒന്നാണ്. നമുക്കിത് ഏരിയ വരുന്നത് അങ്കമാലി കിടങ്ങൂരാണ് സ്ഥലം വരുന്നത്. കിടങ്ങൂർ നമുക്ക് അങ്കമാലിയിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമാണ് കിടങ്ങൂർക്ക് വരുന്നത്. മെയിൻ റോഡിൽ നിന്നും അങ്കമാലി മഞ്ഞപ്ര, അതായത് മെയിനായിട്ട് വരുന്ന കിടങ്ങൂർ ടച്ച് ചെയ്ത് പോകുന്ന യൂദാവരം പള്ളി ടച്ച് ചെയ്ത് പോകുന്ന യൂദാവരം പള്ളിയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് ടച്ച് ചെയ്ത് വരുന്ന സ്ഥലത്ത് നിന്നും വെറും 20 മീറ്റർ മാത്രമാണ് ഈ പറയുന്ന പ്ലോട്ടിലേക്ക് വരുന്നത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. സ്ക്വയറായിട്ട് കിടക്കുന്ന പ്ലോട്ട് മൊത്തം ചുറ്റും മതിലും കാര്യങ്ങളെല്ലാം കെട്ടി ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നു. ഇനി വേണമെങ്കിൽ വില്ല പ്രോജക്ട്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ പാർട്ടി നമുക്ക് സെൻറ്റിന് ചോദിക്കുന്നത് 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. കണ്ടോ, ഞാൻ ഈ പറഞ്ഞ പോലെ കാണുന്നതാണ് മെയിനായിട്ട് പോകുന്ന അങ്കമാലി ടു മഞ്ഞപ്രയ്ക്ക് പോകുന്ന യൂദാവരം ടച്ച് ചെയ്ത് പോകുന്ന മെയിൻ റോഡ്. വലിയ വീതിയുടെ റോഡാണ് വരുന്നത്. കണ്ടെയ്നർ പർപ്പസും കാര്യങ്ങളൊക്കെ മെയിൻ ബസ് റൂട്ടാണ് വരുന്നത്. 5 മിനിറ്റ് ഗ്യാപ്പിൽ ഇഷ്ടംപോലെ ബസ് റോഡ്. ആ ബസ് റൂട്ടിൽ നിന്നും വെറും 50 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങളൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ബസ് റൂട്ടിൽ നിന്നും വെറും 50 മീറ്റർ മാറിയിട്ട് 19 സെൻറ്റ് സ്ഥലം 7 ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് പാർട്ടി ചോദിക്കുന്നത്. ഫ്ലാറ്റോ അല്ലെങ്കിൽ വില്ലകളോ, ഇനി അതല്ലെങ്കിൽ പോലും അപ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ, ഇനി സ്വന്തമായിട്ട് വീടാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഏരിയകളിലൊന്നാണ്. ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളും കിട്ടുന്ന ഏരിയകളിലൊന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ നിന്ന് അങ്കമാലി ടൗണിലേക്ക് 2 കിലോമീറ്ററാണ് വരുന്നത്. എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു 7.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് വരുന്നത്. ഇനി അതല്ല, ഹോസ്പിറ്റൽ സൗകര്യം നോക്കിക്കഴിഞ്ഞാൽ LF ഹോസ്പിറ്റൽ 2 കിലോമീറ്റർ ചുറ്റളവ്, അഡ്ലക്സ് ഹോസ്പിറ്റൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നുണ്ട്. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ. ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാട്രിക് സ്കൂൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നുണ്ട്. വിശ്വോദി സ്കൂൾ തൊട്ടടുത്ത് വരുന്നുണ്ട്. അതുപോലെ എല്ലാ സംവിധാനം കൂടിയിട്ട് വരുന്ന ഏരിയകളിൽ ഒന്നാണ്. അതുകൂടാതെ ഹൈ ലെവലിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഏരിയ കൂടിയാണ് ഈ കിടങ്ങൂർ ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടികളിൽ ഒന്നാണ്. ഇനി അപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പ്ലോട്ടുകളും വീടുകളും വിറ്റ് പോയതിന് ശേഷമായിരിക്കും നിങ്ങൾ അറിയിക്കുക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.